ഹലോ, അപ്പം ഇന്നൊരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മിനി വ്ളോഗാണ്. ഫസ്റ്റ് ഞാൻ തലേന്ന് സോക്ക് ചെയ്ത് വെച്ച പച്ചരി, അതിലേക്ക് ഒരു പിടി ചോറ്, കുഞ്ഞു ടീസ്പൂൺ പഞ്ചസാര, ഈസ്റ്റ്, പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ച് മാറ്റി വെക്കണം. എന്നിട്ട് പയ്യെ ഒന്ന് ഇളക്കിയിട്ടൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. അപ്പം ഇന്ന് കോമ്പിനേഷനായിട്ട് ഞാൻ ബീഫ് സ്റ്റൂ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത്. കറക്റ്റ് ഇങ്ങനെ തന്നെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പോൾ സ്റ്റൂക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണത് 2 പൊട്ടറ്റോ, 2 ക്യാരറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി കുഞ്ഞു കുഞ്ഞാക്കി കട്ട് ചെയ്തിട്ട് ഗ്യാസിൽ വെച്ച് കുക്കറിലാണ് വെക്കണം. ഒരു കുഞ്ഞി 1-2 വിസിൽ മതി. പാകത്തിന് ഉപ്പിട്ടിട്ട് ഞാൻ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട മസാല എന്ന് പറയുന്നത് 2 സവാള, 3 പച്ചമുളക്, 2-3 വെളുത്തുള്ളി, 4 വെളുത്തുള്ളി ഇട്ട് ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി. ഈ സമയമായപ്പോഴത്തേക്കും നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്ന് അതൊക്കെ ഓഫ് ചെയ്ത് എനിക്ക് അപ്പം ക്ലീൻ ചെയ്ത് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥമായിരിക്കും. ഇനി അടുത്തത് സ്റ്റൂ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് പാകത്തിന് വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഗീ ഇട്ട നല്ല ഫ്ലേവർ ആയിക്കിട്ടും. അതിനുശേഷം ഓവൽ സ്പൈസസിനെ ഇടും. പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് വഴറ്റി ഒരു നല്ല സ്മെല്ല് വരുമ്പോഴാണ് ഞാൻ സവാള ഇടുള്ളൂ. ഇതൊക്കെ ധരിക്കാതെ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ 1-ാം പാൽ 2-ാം പാൽ ആ പണിക്കൊക്കെ പോകും. അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും സവാള നന്നായിട്ട് വയന്ന്. അപ്പോൾ ഫസ്റ്റ് നേരിയ മഞ്ഞൾ, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി ഇതെല്ലാം ആയിട്ട് വയറ്റിയിട്ട് വേവിച്ച് വെച്ച ബീഫാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി പോയോ എന്നെനിക്കൊരു സംശയമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഈ സമയം കൊണ്ട് നമ്മൾ അപ്പത്തിന് അരച്ച് വെച്ചത് പൊങ്ങിയിട്ടുണ്ട്. അത് നല്ല പാകമായി. എൻ്റെ അപ്പച്ചട്ടി ചീത്തായിപ്പോയി ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പാനിൽ വെച്ചിട്ട് അപ്പം ഉണ്ടാക്കുന്ന ടെക്സ്ചറൊക്കെ മാറുമെന്നുള്ളൂ, പക്ഷേ അപ്പം നല്ല അപ്പമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ നോക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ മെയിൻ ടേസ്റ്ററാണ്. കറക്റ്റ് ഉപ്പും പുളിയും പാകവും ഒക്കെ പറഞ്ഞുതരും. ആളുടെ മുഖം വലിയ രസമല്ല. അപ്പം എന്നോട് പറഞ്ഞു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയ അപ്പം മുരിഞ്ഞ് കഴിയുമ്പോൾ അവനിങ്ങനെ വന്ന് ദോശ അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വന്നിരിക്കും. അവന് ഇഷ്ടമാണ്. മോളും അതേറ്റ് അങ്ങനെ വരും. ആ സമയം കൊണ്ട് നമ്മുടെ സ്റ്റൂ ഏകദേശമൊക്കെ ഒന്ന് വറ്റി. ഞാൻ 2-ാം പാലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു ടെക്സ്ചർ ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1-ാം പാലൊക്കെ ഒഴിച്ച് നേരി തീയിലിട്ട് കഴിഞ്ഞാൽ അടിപൊളി സ്റ്റൂ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ബീഫ് സ്റ്റൂ അപ്പമായിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഓൾറെഡി ചൂടോടെ ഉണ്ടാക്കി മുരിഞ്ഞ അപ്പമൊക്കെ പിള്ളേര് കഴിച്ചിട്ടൊക്കെ പോയി. ഇനി നമുക്ക് നാശം വയ്ക്കാനുള്ള അപ്പങ്ങൾ ഉണ്ടാക്കി ഇത് നമ്മൾ ഈ പാനിൽ ചൂടണത് എൻ്റെ അപ്പച്ചക്ക് ചീത്തായോണ്ടാണ് കേട്ടോ. പക്ഷെ ടെക്സ്ചറൊക്കെ മാറുമെന്നുള്ളൂ, ടേസ്റ്റും എല്ലാം ഒരുപോലെയാണ്. ഞങ്ങൾ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അപ്പമൊക്കെ ഉണ്ടാക്കി നാസ്തയൊക്കെ കഴിക്കട്ടെ. എല്ലാവരും അടിപൊളി റാഹത്തായിട്ട് വീട്ടിലെ ഫുഡൊക്കെ നന്നായിട്ട് കഴിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യുക. ഇതുവരെ നമ്മുടെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെന്താ പറയുക, ഞങ്ങൾ യാത്രയിൽ കൂടെ ഉണ്ടാവാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ.